എനിക്കിനി അമ്മൂനൊന്ന് കണ്ടേ പറ്റൂ. ഇത്രയും നേരം പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ സ്വാതി? നിന്നെ ഈ വേഷത്തിൽ അവൾ കാണാൻ പാടില്ല. എന്നെ കണ്ടാൽ അവൾക്ക് തിരിച്ചറിയാനാവും സഞ്ജു. അതിന് ഈ വേഷത്തിൽ തന്നെ അമ്മു എന്നെ കാണണം. എല്ലാ കാര്യങ്ങളും അമ്മുവിന് ഓർമ്മ വരും. ഇപ്പൊ ഒരു പരീക്ഷണത്തിന് മോള് നിൽക്കരുത്. ഇന്ന് അവളുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിയതിന്റെ മാനസികാവസ്ഥയിലാ അവള്. സഞ്ജു, നീ ഇവളെ വേഗം റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. കാവേരി അമ്മൂനെ റൂമിൽ പിടിച്ചു വെച്ചിരിക്കുക. മോള് ചെന്ന് ഡ്രസ് മാറി ഫ്രഷ് ആയിട്ട് വാ. ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സമാധാനം ഇല്ലാതെ അമ്മ ഞാൻ നിൽക്കുന്നേ. നിങ്ങളൊക്കെ ഭയപ്പെടുന്നത് പോലെ ഉണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. മോളെ, നീ കൂടി മനസ്സമാധാനക്കേട് ഉണ്ടാക്കരുത്. അമ്മ മുറിന്ന് പുറത്തേക്ക് വരുന്നതിന് മുൻപ് സഞ്ജു വേഗം ഇവിടെ കൂട്ടിക്കൊണ്ടു പോ. ചെല്ല് മോളെ. സ്വാതി വാ. ചെല്ല് മോളെ. വരാനാ പറഞ്ഞത്. ചെല്ല് മോളെ, ചെല്ല്. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? എന്തിനെന്നോട് ഇങ്ങനെ ഒരു പരീക്ഷണം? നമുക്ക് സംസാരിക്കാം. നമുക്ക് ഈ മുറി തന്നെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. അപ്പച്ചി വാ. പുറത്തു പോയവരൊക്കെ വന്നെങ്കിൽ അവരെന്നെ അന്വേഷിക്കില്ലേ? അവര് വന്നിട്ടില്ലേ ലച്ചു? പുറത്തൊരു കാറ് വന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അത് മറ്റാരെങ്കിലും ആവോ അമ്മു? അല്ല ലച്ചു, അമ്മു എന്നെ നിങ്ങളൊക്കെ വിളിക്കുന്നത് എന്തിനാ? അത് ശ്രീകുട്ടിയുടെ അനിയത്തിയുടെ പേരാ. അവളിവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അയ്യോ, അത് വേണ്ട. വെള്ളമല്ലേ ജഗ്ഗിലിരിക്കുന്ന. ലച്ചുവിന് വെള്ളം ഞാൻ എടുത്തുതരാം. പിടിക്ക. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി എന്നല്ല ലച്ചു പറയുന്ന? കാവേരി അപ്പച്ചി എന്നെ മുറിയിൽ തന്നെ പിടിച്ചിരുത്തിയിരിക്കുക. സഞ്ജുവേട്ടന്റെ ഫോണിലൊന്ന് വിളിച്ചു തരാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. ആരും അതിന് തയ്യാറാവുന്നില്ല. ലച്ചു അങ്ങനെ പറയരുത്. ഞാൻ ശ്രീദേവിയടുത്തേയും അവനെ വിളിച്ചതാ. ഫോണിൽ കിട്ടാതിരുന്ന എന്ത് ചെയ്യും? അവൻ ഓഫീസിൽ വല്ല മീറ്റിംഗിലും ആയിരിക്കും. എങ്കിലും എന്നെ പുറത്തിറങ്ങാൻ അപ്പച്ചി സമ്മതിക്കാത്ത എന്താ? അതിന് നമ്മുടെ വിശേഷങ്ങൾ സംസാരിച്ചിരിക്കുകയല്ലേ. എനിക്ക് പുറത്തേക്ക് പോണം. ഞാൻ പറയുന്നത് ലച്ചു ഒന്ന് കേൾക്ക്. ഇപ്പൊ ലച്ചു പുറത്ത് പോകണ്ട. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ടാ. സഞ്ജുവേട്ടൻ എനിക്ക് കണ്ടേ പറ്റൂ. കാവേരി അപ്പച്ചി മുമ്പിൽ നിന്ന് മാറിക്കേ. എനിക്ക് പോണം. വെറുതെ ശാണ്ടി പിടിക്കരുത്. എന്നെ വീടാ പറ്റി. ലച്ചു ഇങ്ങോട്ട് വന്നേ. ലച്ചു കുറച്ചു നേരം കൂടി ഇവിടെ കഴിച്ചു കൂട്ടിയേ പറ്റൂ. സഞ്ജു വരാതെ ലച്ചു പുറത്ത് വരരുത്. പറഞ്ഞത് കേട്ടല്ലോ. നീ ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നീ പറഞ്ഞ വിവരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവൻ വന്ന് പറയട്ടെ. അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം. സ്നേഹത്തോടെ പറഞ്ഞ നീ കേൾക്കാതിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ വരും വരെ നീ ഇവിടെ തന്നെ ഇരുന്നോണം. വാ.
അപ്പച്ചി വാതിൽ തുറക്ക്. എനിക്ക് പേടിയാവുന്നു. സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടാ, എന്നെ തുറന്നു വിട്. സഞ്ജുവേട്ടാ, എന്നെ തുറന്നു വിട്. എന്നോട് ക്ഷമിക്കുമോളെ. കാവേരി അപ്പച്ചിക്ക് ഇതല്ലാതെ എന്ത് ചെയ്യാനാവും? ദൈവം എന്നോട് പൊറുക്കട്ടെ. കാവേരി അപ്പച്ചി വാതിൽ തുറക്ക്. അപ്പച്ചി വാതിൽ തുറക്ക്. സഞ്ജുവിന്റെ ടെൻഷൻ ഇതുവരെ തീർന്നില്ലേ? വാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന്. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, സാരമില്ലെന്നേ. അവൾ എന്ത് പറഞ്ഞാലും നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ. പാവ അമ്മു, അവളൊന്ന് കണ്ട് സംസാരിച്ചാ മതിയായിരുന്നു. സ്വാതി പറഞ്ഞത് ശരിയാ. പക്ഷേ ഇവിടെ നടന്നതൊന്നും ഇനി എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. എനിക്ക് വേണ്ടി സഞ്ജു എന്റെ അമ്മൂനോട് ക്ഷമിച്ചേ പറ്റൂ. എനിക്കവള് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാ. സഞ്ജുവിന് അറിയാലോ. അമ്മൂന്റെ ഓർമ്മകള് കുറച്ച് നഷ്ടപ്പെട്ടെന്ന് കരുതി നമുക്കവളെ കൈവിടാൻ പറ്റുമോ? സഞ്ജു തന്നെ ഒന്ന് ചിന്തിച്ച്. അറിയാലോ, ഞാനിപ്പോ ഇവിടെ ഈ വീട്ടില് സഞ്ജുവിന്റെ വധുവായി നിൽക്കുന്നത് എന്റെ അമ്മു കാരണോ? കാല് തളർന്ന് ജീവിതം തന്നെ കൈവിട്ടു പോയ എന്നെ സ്നേഹവും സാന്ത്വനവും തന്ന് കൈപിടിച്ച് നടത്തിയത് അവളാ. ഒടുവിൽ കതിർ മണ്ഡപത്തിൽ എന്നെ എത്തിച്ചതും അവളാ. പിന്നെ കല്യാണ ദിവസം എന്തെല്ലാം പ്രശ്നങ്ങൾ. അവിടെയും എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ആത്മാർത്ഥമായി നിന്നത് എന്റെ അമ്മുവാ. സഞ്ജുവിന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ളത് എന്റെ അമ്മുവിന്റെ വാശിയായിരുന്നു. അതവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എനിക്ക് വേണ്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടവളാ അമ്മു. ഒടുവിൽ അമ്മയോടൊപ്പം അവൾ ഇവിടെ എത്തിയത് നമ്മളെ രണ്ടാളെയും നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കാനാ. അതിന്റെ ഇടയില് എന്റെ അമ്മുവിന് ഈ അപകടം പറ്റിയത്. സത്യത്തിൽ എന്റെ അമ്മു ഈ അവസ്ഥയിലായത് എനിക്ക് വേണ്ടിയാ. അപ്പോ ഇനി അവളെ രക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാനല്ലേ? അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ എന്റെ അമ്മുവിനെ ഒരിക്കലും വെറുക്കില്ല. അവളുടെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ അവളുടെ ഒപ്പം തന്നെ നിൽക്കും. അതെന്റെ കടമയാ. അത് മറന്നാ പിന്നെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്തിനാ? സഞ്ജു നോക്കിക്കോ, എന്റെ അമ്മ എന്നെ രക്ഷിച്ചതുപോലെ സ്നേഹം കൊണ്ട് ഞാൻ അവളെയും ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരും.
എനിക്കിപ്പൊ തന്നെ അമ്മുവിനെ കാണണം. നോക്കിക്കോ, ഉറപ്പായി അവൾ എന്നെ തിരിച്ചറിയും. അത്രയ്ക്ക് എന്നെ ഇഷ്ടം അമ്മുവിന്. ഇല്ല, സ്വാതിയെ അമ്മു തിരിച്ചറിയുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എന്നെ അവള് തിരിച്ചറിയും. ശരി, ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. സഞ്ജു, എന്താ? പിന്നെ അമ്മ എന്തു പറഞ്ഞാലും അമ്മനോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ. പാവം അവള്. ഇതെന്റെ റിക്വസ്റ്റാ. ഇല്ല, ഞാനൊന്നും പറയില്ല. എന്നെ കാണുമ്പോ ലച്ചു എങ്ങനെ പെരുമാറാന്ന് അറിയില്ല. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയാ. അപ്പച്ചി, വാതില് തുറക്ക്. വേണ്ട അപ്പച്ചി, ഞാനൊന്ന് പുറത്തേക്ക് പൊക്കോട്ടെ. അപ്പച്ചി, അപ്പച്ചി ഞാൻ പോയിക്കോട്ടെ. എന്നെ വിട്. നിൽക്കാൻ സഞ്ജുട്ടാ, എന്നെ ഇവിടെ വിട്ടിട്ട് സഞ്ജുട്ടൻ എവിടെയത് പോയത്? എല്ലാവരുടെ മുന്നിൽ വച്ച് ഈ പെണ്ണിതെന്താ കാണിക്കുന്നത്? ഇവൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? സഞ്ജുട്ടനെ കാണാതെ ഞാൻ പേടിച്ചു പോയി. എന്നെ മുറിയിൽ പൂട്ടിയിട്ടു. സഞ്ജുട്ടൻ എവിടെയാ പോയത്? പിടിവിട് അമ്മു, പിടിവിട്. വിട്. ഈ അപ്പച്ച എന്നെ മുറിയിൽ പൂട്ടിയിട്ടത്. ആരും എന്നെ തുറന്നു വിടാൻ വന്നില്ല. എനിക്കാണോ വട്ടായത് അതോ ആ പെണ്ണിനാണോ? നിനക്കിത് എന്താ പറ്റിയത്? നീ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നേ? വിടന്നെ. നിങ്ങൾ ആരാ? നിനക്കെന്നെ അറിയില്ലേ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നത്.
സഞ്ജുട്ടൻ താലി കെട്ടി കൊണ്ടുവന്നതാ എന്നെ. നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? മോളെ സഞ്ജുട്ടാ, ഇവരൊക്കെ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? സഞ്ജുട്ട ഇവരോടൊക്കെ ഒന്ന് പറ, ഞാൻ സഞ്ജുട്ടന്റെ ഭാര്യയാണെന്ന്. ബെസ്റ്റ്. കഥയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായ വിവരം ഞാൻ അറിഞ്ഞില്ല. സഞ്ജുട്ടാ, അതാരാ? അയ്യോ, നീ എന്താ പറഞ്ഞേ? നീ സഞ്ജുവിന്റെ ഭാര്യയാണെന്നോ? ഷോ, എന്നിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. എന്നായിരുന്നു കല്യാണം? അത് ഇന്ന് ക്ഷേത്രത്തിൽ വെച്ചാ സഞ്ജുട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആഹാ. ഇന്നോ? അതെ. സഞ്ജു, ഇവള് നടത്തിയ വെളിപ്പെടുത്തൽ സത്യമാണോ? നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയോ? കവിത, അനാവശ്യം പറയാനുള്ള സമയമല്ലത്. അയ്യോ, അനാവശ്യമല്ല മുത്തശ്ശ. സഞ്ജുട്ടൻ കിട്ടിയ താലിയാ ഇത്. സ്വാതി മോളെ, നീ ഇവിടെ ഒന്ന് കൊണ്ടുപോ. അയ്യോ, ഇതങ്ങനെ പൂഴ്ത്തി വെക്കാൻ പറ്റുന്ന കാര്യമാണോ? എവിടെ? ഇവളുടെ ഈ താലിയുടെ പിന്നാലെ കുറെ പോയതാ ഞാൻ. ഇപ്പതേ ഇവള് തന്നെ ഈ സത്യം വിളിച്ചു പറഞ്ഞിരിക്കല്ലേ. കാര്യം അറിയാതെ ഒരക്ഷരം ചെറിച്ചു പോയാ നിന്റെ ചെവിടടിച്ച് പൊട്ടിക്കും ഞാൻ. എന്താ സംഭവിച്ചെന്നറിയാതെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു. നീ എന്റെ കൂടെ വാ. ഞാൻ വരില്ല. എന്നെ മുറിയിൽ പൂട്ടിയിടാനല്ലേ കൊണ്ടുവന്നത്? സഞ്ജുട്ടാ, എന്നെ കൊണ്ടുവരുതെന്ന് പറ. ഞാൻ സഞ്ജുട്ടൻ വിട്ട് എങ്ങോട്ടും വരില്ല. നിന്നെ ഞാൻ ഒരിടത്തും പൂട്ടിയിടില്ല. നീ എന്റെ അനിയത്തിയല്ലേ? വാ എന്റെ കൂടെ. ഞാനാ നിന്നെ വിളിക്കുന്നെ. നിങ്ങൾ ആരെയും ഞാൻ വിശ്വസിക്കില്ല. ഇതുപോലെ ഈ അപ്പച്ചി സ്നേഹം നടിച്ചു വിളിച്ചോണ്ട് പോയതാ. ഞാൻ പറഞ്ഞല്ലേ, സഞ്ജുട്ടന്റെ അടുത്തുനിന്ന് ഒരിടത്തേക്കും ഞാനില്ല. നീ അവളുടെ കൂടെ ചെല്ല്. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനാ പറയുന്നേ. ചെല്ല്. സഞ്ജു പറഞ്ഞത് കേട്ടില്ലേ? വാ, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കണം. സഞ്ജുട്ടാ, എന്നെ ഇവിടെ വിട്ടു പോവല്ലേ. എനിക്ക് സഞ്ജുട്ടനല്ലാതെ വേറെ ആരുമില്ല. മോളെ, നീ ഇങ്ങ് വാ. നീ ഇവളുടെ കൂടെ ചെല്ല്. സഞ്ജു ഇവിടെ തന്നെയുണ്ട്. നിന്നെ ഇവിടെ വിട്ടിട്ട് അവൻ ഒരിടത്തും പോവില്ല. വാ, നീ അവളുടെ കൂടെ ചെല്ല്. ചെല്ല് മോളെ, ചെല്ല് മോളെ. നിക്ക്, നിങ്ങൾ എന്നെ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? നീ പേടിക്കണ്ട. നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നേ. എന്നെ മുറിയിൽ പൂട്ടിയിടാനല്ലേ? സ്നേഹം കാണിച്ച് എന്നോടൊരാൾ ചെയ്തത് അതാ. നോക്കമ്മു, ഞാൻ അമ്മു അല്ല, ലച്ചു ആണ്. എത്ര തവണ ഞാനത് പറയണം? ശരി, തെറ്റിപ്പോയി. എന്തിനാ അങ്ങനെ തെറ്റുന്നത്? നിങ്ങളെ പേര് മാറ്റി വിളിച്ചാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ? എന്റെ മോളെ, നിനക്കിതെന്താ പറ്റിയത്? എന്റെ മനസ്സിൽ ഈ ചേച്ചിയുടെ മുഖം പോലും ഇല്ലേ? ഞാൻ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. നിങ്ങളെ ഞാൻ ചേച്ചിന്ന് വിളിച്ചോട്ടെ? എന്നും ഞാൻ നിന്റെ ചേച്ചി തന്നെയാ. എന്തൊക്കെ സംഭവിച്ചാലും അത് മാറാനും പോകുന്നില്ല. എന്ത് ചേച്ചിയുടെ പേര്? എന്റെ പേര് സ്വാതി എന്നാ. ഇവിടെ എല്ലാരും ശ്രീകുട്ടി എന്നാ വിളിക്കുന്നേ. ശ്രീകുട്ടി നല്ല പേരാ. ഞാൻ ശ്രീകുട്ടി ചേച്ചിന്ന് വിളിക്കാം. നീ ചേച്ചിന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. സഞ്ജുട്ടന്റെ ആരാ ചേച്ചി?
അനിയത്തിയാണോ? സഞ്ജുന്റെ അപ്പച്ചിയുടെ മോളാ ഞാൻ. എന്നുവെച്ചാ സഞ്ജുന്റെ മുറപ്പെണ്ണ്. ആ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? കഴുത്തിൽ താലിയുണ്ടല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം നടത്തിയ ആളത് മനസ്സിലാക്കാത്തതിലാ ഇപ്പൊ എന്റെ സങ്കടം. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? നിനക്കിപ്പോ അത് മനസ്സിലാവില്ല ലച്ചു. ചേച്ചി ഈ വീട്ടിലാണോ താമസിക്കുന്നത്? അതെ. ചേച്ചിയുടെ ഭർത്താവ് എവിടെ?